വിജയിച്ചിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിക്കാത്ത കളിയാണ് നടന്നത്. ചെന്നൈ വളരെ മികച്ച രീതിയിൽ തന്നെ കളിച്ചു, 4 വിക്കറ്റിനാണ് ജയിച്ചത്. മുംബൈ ആദ്യം ഒന്ന് പതറെങ്കിലും രോഹിത് ശർമ്മ ടക്കിപ്പോയി. പക്ഷേ സൂര്യകുമാർ യാദവും ദിലീപ് വർമ്മയും കൂടി തിരിച്ചു കൊണ്ടുവന്നു കളിയിലേക്ക്. പിന്നെ ലാസ്റ്റ് ദീപക് ചഹാറിൻ്റെ ലാസ്റ്റത്തെ മിന്നലാട്ടവും 158 എന്നുള്ളൊരു 155 എന്നുള്ള നല്ലൊരു സ്കോറിലേക്ക് എത്താൻ സാധിച്ചു. ഇവിടെ ഖലീൽ അഹമ്മദാണ് ഫസ്റ്റ് പവർ പ്ലേ തന്നെ 3 വിക്കറ്റ് നേടിയത്. പിന്നെ നൂർ അഹമ്മദ് പിന്നീടുള്ള 4 വിക്കറ്റ് നേടി ചെന്നൈയുടെ വരവ് അറിയിച്ചിരിക്കുകയാണ്. മുംബൈ 95-ൽ 5 എന്ന 96-ൽ 6 എന്ന രീതിയിലായിരുന്നു മുംബൈ ഓൾറെഡി. അവിടെ നിന്ന് അവർ പിടിച്ച് കയറി വന്നു. നേരെ മറിച്ച് ചെന്നൈയെ സംബന്ധിച്ചിടത്തോളം രവീന്ദ്രചന്ദ്രൻ ഋതുരാജും നല്ലൊരു വിക്കറ്റ് പോയിട്ടും നല്ലൊരു തുടക്കം തന്നെ ഓപ്പണിങ് കിട്ടി. പക്ഷേ അവിടെ കളിയിലേക്ക് തിരിച്ചു വന്നത് അവരുടെ ഓൾറൗണ്ടർ, അത് എടുത്തു പറയേണ്ട തന്നെയായിരിക്കും വിഘ്നേഷ് പുത്തൂർ. അവൻ പുതിയതായിട്ട് വന്ന ഇമ്പാക്റ്റ് പ്ലെയറായിരുന്നു. അവൻ ആരാണെന്ന് പോലും മനസ്സിലായില്ല. പക്ഷേ കിടിലം കളിയായിരുന്നു. ഫസ്റ്റ് മാച്ച് തന്നെ 4 വിക്കറ്റാണ് അവൻ എടുത്തത്. അല്ലെങ്കിൽ 3 വിക്കറ്റാണ് അവൻ എടുത്തത്. അല്ലെങ്കിൽ ചെന്നൈ നേരത്തെ കളി ജയിക്കേണ്ടതായിരുന്നു. സ്പിന്നിങ് വന്നപ്പോൾ സ്ലോവർ ഓവർ റേറ്റ് ആയപ്പോൾ ചെന്നൈ കുറച്ച് പതറിയെങ്കിലും അവസാനം ജഡേജയും രവീന്ദ്രയും കൂടി കളി മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം ധോനി ഇറങ്ങിയതും 2 സിംഗിൾ ഇട്ടു, 2 ബോൾ മുട്ടി നിന്നിട്ട് രവീന്ദ്ര ജഡേജ എടുത്തു പറയേണ്ട പ്ലെയറാണ്. ലാസ്റ്റ് 3 സിക്സാണ് ലാസ്റ്റ് അടിച്ച് കളി ജയിപ്പിച്ചത്. അത് പുത്തൂറിനിട്ട് തന്നെ 2 സിക്സ് കൊടുത്തു. അത് വളരെ മികച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്നൊരു സംഭവമായി. അപ്പോൾ നമ്മൾ ഡ്രീം 11 ടീം നോക്കുകയാണെങ്കിൽ നമ്മുടെ മിക്ക പ്ലെയേഴ്സും 1 2 3 4 5 6 7 8 ഡ്രീം 11 ടീമിലുള്ള 8 ടീമിനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും വെച്ചത് മാറിപ്പോയി. നമ്മളിവിടെ ഋതുരാജിനോ അല്ലെങ്കിൽ രവീന്ദ്രനോ ക്യാപ്റ്റൻ ആക്കേണ്ടതായിരുന്നു. എന്നിട്ട് 875 പോയിൻ്റ് കിട്ടിയായിരുന്നു. നമ്മുടെ ഡ്രീം 11 ടീം നോക്കുകയാണെങ്കിൽ ക്യാപ്റ്റൻ നൂർ അഹമ്മദ്, അവൻ 4 വിക്കറ്റ് നേടിയായിരുന്നു ചെന്നൈക്ക് വേണ്ടി. വൈസ് ക്യാപ്റ്റൻ ഋതുരാജ്. ഈക്വലാണെന്ന് ചെന്നൈയിൽ നിന്ന് 5 പേരും മുംബൈയിൽ നിന്ന് 6 പേരുമാണ് ഡ്രീം 11 ടീമിൽ കയറിയത്. അപ്പോൾ 1149 പോയിൻ്റാണ് ടോട്ടൽ പോയിൻ്റ് അടിച്ചിരിക്കുന്നത്. 5 ബോളർമാർ വെച്ചാണ് ഇറക്കിയിരിക്കുന്നത്. ഈ വിഘ്നേഷ് പുത്തൂർ അത് ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്നവരാണ്. അത് അൺപ്രഡിക്റ്റബിൾ ആയിപ്പോയി. അപ്പോൾ ഏറ്റവും കൂടുതൽ വന്നത് നൂർ അഹമ്മദ്, ഋതുരാജ്, രവീന്ദ്ര, ഖലീൽ അഹമ്മദ്. അപ്പോൾ വിന്നേഴ്സിൻ്റെ ടീമിനെ നോക്കാം. 1095 അടിച്ചിട്ടുണ്ട്. അതാരാണെന്ന് പോകാൻ. അപ്പോൾ അവൻ്റെ ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് അവൻ ഇട്ടായിരുന്നു. അപ്പോൾ അവൻ എക്സലൻ്റാണ്. ആ നൂർ അഹമ്മദ് മറ്റേ പുത്തൂറിനെ മാത്രമാണ് ഇടാത്തുള്ളൂ. അത് അൺപ്രഡിക്റ്റബിൾ ആയിപ്പോയി പുത്തൂറിൻ്റെ കളി. ബാക്കി ഡ്രീം 11 ടീമിലുള്ള അതുപോലെ അവൻ ഇട്ടിട്ടുണ്ട്. ഇവനും ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും വെച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്ന് പോയിൻ്റ് നേടാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതൊരു അനലൈസിസ് ഒക്കെ ചെയ്തെടുക്കേണ്ട ഒരു കളി തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കാം.